Pranam to our masters. Welcome our faculty, Dr. Shashidharan. നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ശശിധരൻ ഡോക്ടറിന്റെ മിസ്സായിട്ടുണ്ട്. എന്നിരുന്നാലും വെക്കേഷൻ ടൈം ആയിരുന്നു. പിന്നെ കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളെ തിരക്കുകൾ കാരണം നമുക്ക് കുറച്ച് 3 ക്ലാസ്സുകളോടെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ ശശിധരൻ ഡോക്ടറിന്റെ ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സാറിനെ വളരെ നല്ലൊരു സെഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു. പ്ലീസ് സാർ. താങ്ക് യു ഡോക്ടർ അനിത. എല്ലാവർക്കും ആദ്യമായിട്ട് പുതുവത്സരാശംസകൾ നേരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ പുതുവത്സരത്തിലെ ആദ്യത്തെ ക്ലാസ്. പുതുവത്സരാശംസകളോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. മറ്റൊന്നുള്ളത്, നമ്മുടെ പതിവ് പോലെ തന്നെ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫൗണ്ടേഴ്സ്, ലെജൻസ് ആയ ഡോക്ടർ സാമുവൽ ഹനിമാൻ, ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമുവൽ ഹനിമാനെയും GSKയുടെ ഉപജ്ഞാതാവായ റൈക്കി ജിയേഡ് ഹാമറിനെയും നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ നമുക്ക് പല കാരണങ്ങളാൽ നടന്നില്ല. അപ്പൊ ആ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് നടക്കുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു ആഴ്ചയിലെ ക്ലാസ് മിസ്സാകുമ്പോൾ ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നത് അത് ഖേദകരമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് വെക്കേഷന് ശേഷമുള്ള ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകളിലും പങ്കാളിത്തത്തിന്റെ കുറവുകൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സുകളെ പറ്റി നമുക്ക് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു ക്ലാസ് നടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതൊരു ലൈവായിട്ട് അതല്ലെങ്കിൽ ഒരു ഡൈനാമിക് ആയിട്ട് അല്ലാതെ ആകാതെ പോകുന്നുണ്ട്. കാരണം ഒരു സജീവത ക്ലാസ്സിന് കിട്ടുന്നില്ല എന്ന ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആരെയും കാണുന്നില്ല, നമ്മൾ റെസ്പോൺസ് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സിലും അതിനു മുമ്പുള്ള ക്ലാസ്സിലും ഒക്കെ റെസ്പോൺസ് കുറഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസ്പോൺസോ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സംസാരിക്കുന്നതിനായിട്ട് കൂടുതൽ താല്പര്യം ഉണ്ടാകുക. അതിനാൽ ഞാനും പലപ്പോഴും പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, നമ്മളുടെ എന്തെങ്കിലും ഒരു കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതുവഴിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്താണെങ്കിലും പലപ്പോഴും വരുന്നവർ തന്നെയാണ് ഇതിനകത്ത് വീണ്ടും വരുന്നത്. എനിവേ, നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പൊ ഡോക്ടർ വർഗീസ് പല ക്ലാസ്സുകളിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലിവർ, ഗോൾ ബ്ലാഡർ, ബൈൽ ഡക്റ്റ് ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ക്ലാസ് എടുത്തിരുന്നു. അതിനു മുമ്പ് ഡുവോഡിനൽ ക്ലാസ്സുകൾ, സ്റ്റൊമക്കിലെ സ്മോൾ കർവേച്ചർ, ഡുവോഡിനൽ ബൾബ്, പാൻക്രിയാറ്റിക് ഡക്റ്റ്, ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിനുശേഷം ലിവറിലും. അപ്പം പലപ്പോഴും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഓരോ അവയവത്തെ പറ്റി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഈ അവയവത്തെ പറ്റി ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സബ്ജക്റ്റ് നമുക്ക് മുന്നിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഒരു മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ എല്ലാ ഈ ജൈവിക നിയമങ്ങളെ നമ്മൾ 5 നിയമങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും 5 ജൈവിക നിയമങ്ങളോടൊപ്പം തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മുടെ അടുത്തെത്തുന്ന കേസുകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ നിയമങ്ങൾ. നമുക്ക് 5 നിയമങ്ങളെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിയാം. ഒന്നാമത്തെ നിയമം കോൺഫ്ലിക്റ്റ് അഥവാ ജീവിത സംഘർഷങ്ങൾ. ഈ ജീവിത സംഘർഷങ്ങളെ പറ്റി നമുക്ക് പലപ്പോഴും പല ഡോക്ടർമാരും അല്ലെങ്കിൽ ഈ പാർട്ടിസിപ്പൻസ് പലപ്പോഴും ക്ലാസ്സുകളിൽ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ഓരോ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ സംഘർഷം എന്താണ്. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ലിറ്ററേച്ചറുകളിൽ നിന്നും ഒറ്റയടിക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അതല്ല ശരിക്കും ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ സംഘർഷങ്ങൾ മാത്രമല്ല GNM-ൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതിന്റെ എല്ലാ കേസുകളിലും നമ്മൾ പഠിച്ചിരിക്കുന്നതനുസരിച്ചിട്ട് എല്ലാ കേസുകളിലും 5 നിയമങ്ങളും എപ്പോഴും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ സംഘർഷങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്നതിലേക്ക് ചുരുങ്ങി പോകരുത് ജീവന്റെ പഠനം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏത് സെല്ലാണ് ബാധിച്ചിരിക്കുന്നത്, ഏത് സെല്ലിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സംഘർഷത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ജൈവിക സംഘർഷം, ഇപ്പൊ അതിനൊരു പെട്ടെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം പറയണമെന്ന് തോന്നിയെങ്കിലും പറയാതിരുന്നതുമായ ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിന് ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സിൽ ഡോക്ടർ വർഗീസ് ലിവർ പാരൻകൈമയെ പറ്റിയും ഡക്റ്റുകളെ പറ്റിയും ക്ലാസ്സുകൾ വിശദമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു പാർട്ടിസിപ്പന്റിന്റെ ഒരു സംശയമുണ്ടായിരുന്നു. ഒരു ലിവർ ഫൈബ്രോസിസ് എന്നൊരു അവസ്ഥയുണ്ടായി. ഫൈബ്രോസിസ് എന്നൊരു അവസ്ഥ ഉണ്ടായപ്പോൾ ആ വ്യക്തിക്ക് ഈ പറയുന്ന ലിവറിലെ സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റും സ്ത്രീകളിൽ കൂടുതലായിട്ട് ബൈൽ ഡക്റ്റിലൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് ഓർ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് എന്ന ഒരു, പുരുഷന്മാരിൽ ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ്, സ്ത്രീകളിൽ ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ പാർട്ടിസിപ്പന്റ് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: ഫൈബ്രോസിസ് ഉണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെ ഒരു കൺഫ്ലിക്റ്റും ഇല്ല. അപ്പൊ ആ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ അറിവ് നമുക്ക് ആ രോഗിയിൽ നിന്നും അത് ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലുപരി പലപ്പോഴും നമ്മൾ കരുതുന്ന രീതിയിലല്ല ഈ സംഘർഷങ്ങൾ വ്യക്തികൾ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വ്യക്തികൾ അതിനോട് പ്രതികരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഘർഷങ്ങൾ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐസൊലേറ്റഡ് ആയിരിക്കും, സഡൻ ആയിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ദാറ്റ് വിൽ അഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ബോധതലത്തിൽ, സൈക്കിലും ബ്രെയിനിലും ഓർഗനിലും ഒരുമിച്ചാണ്. അതിൽ നമ്മൾ പറയുകയാണ് ഈ ഓർഗനിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഫൈബ്രോസിസ് ഉണ്ട്, സൈക്കിളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം, ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോധതലത്തിൽ അതിന് ആനുപാതികമായ ആ പ്രശ്നം സൈക്കിൾ ലെവൽ അല്ലെങ്കിൽ ബോധതലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അത് ലഭ്യമാകാത്തത് എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അത്ര എളുപ്പം പറയാനാവില്ല. കാരണം നമ്മളുടെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മിക്കവാറും കാലഘട്ടങ്ങളിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ പ്രശ്നങ്ങളെ എല്ലാം പൂർണ്ണമായിട്ട് സോൾവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും പ്രശ്നത്തിനോടൊപ്പമാണ് പലപ്പോഴും ജീവിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഡൊമസ്റ്റിക് വയലൻസുകൾ. ഈ ഡൊമസ്റ്റിക് വയലൻസുകൾ, അതായത് മാതാപിതാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ പിതാവ് മദ്യപിച്ചിട്ട് വരുന്നു, മദ്യപിച്ചിട്ട് വന്നിട്ട് മാതാവിനോടോ അല്ലെങ്കിൽ കുട്ടികളോടോ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ കുട്ടികൾ എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർ ഈ പ്രശ്നത്തിൽ അവർക്ക് ഒരിക്കലും തന്നെ പരിഹാരം ഉണ്ടാകുന്നില്ല. അവർ ഈ പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണിത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ മുതിർന്നു കഴിയുമ്പോൾ പോലും ഈ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ബ്രെയിൻ ഒരിക്കലും ബ്രെയിൻ രജിസ്ട്രേഷൻ എന്നത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവർ അതിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിന് എനിക്കൊരു ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇന്ന് ഞാനൊരു കേസ് പറയുന്ന ഇതാണ്. ഒരു ലേഡി എൻ്റെ അടുത്ത് ഒരു മാസം മുമ്പ് വന്നു. അവർക്ക് ഫൈബ്രോമയാൾജിയ, ഞാൻ പേസ് പറഞ്ഞിട്ടുള്ളതല്ല, ഫൈബ്രോമയാൾജി ആയിട്ടാണ് വന്നത്. ഫൈബ്രോമയാൾജിയയുടെ ഒപ്പം തന്നെ ശ്വാസം മുട്ടലുണ്ട്. ശ്വാസം മുട്ടല്, ഫൈബ്രോമയാൾജിയ, ഉറക്കക്കുറവ്, ഒരു കാര്യത്തിലും അവർക്കൊരു തീരും. പിന്നെ അവർ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് നമുക്കതിന്
കാണാൻ പോലും കഴിയുന്നില്ല. കാരണം അവർക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ നാളുകളായിട്ട് അവർ ഇത് അനുഭവിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ എന്നാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ കാലഘട്ടം പോലും അവർക്ക് ഓർമ്മയില്ല. അപ്പൊ അവര് ഒരു വീട്ടിലെ 12 കുട്ടികളിൽ ഒരാളായിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് 45 വയസ്സുണ്ട്. 12 കുട്ടികളിലെ 10ാമത്തെ ആള്. അപ്പൊ അവരുടെ വീട്ടിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും ഇവരെ വളർത്തിയതെല്ലാം അവരുടെ ഒരു ബന്ധുക്കരാണ്. അതുകൊണ്ട് മാതാവിനോടൊരു ഒരു അടുപ്പം അവർക്കുണ്ടായിട്ടില്ല. ഇവരുമായിട്ട് എനിക്ക് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിക്കും ഒരു കൃത്യമായ ഒരു പ്രോബ്ലം ഇവരിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം സങ്കീർണമാണ് ആ പ്രശ്നങ്ങൾ. അതേസമയം തന്നെ ഈ സങ്കീർണമായ പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇപ്പോൾ നിലവിൽ എന്ത് പ്രശ്നമായിട്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈബ്രോമയാൾജിയാണ്, മസിൽസിനെ ബാധിച്ചിരിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം അവർക്ക് മോർസൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഭയം, ശ്വാസമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന് ശ്വാസകോശത്തിൽ അഫക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെല്ലാം ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടോ, ഈ ഫിസിക്കൽ പ്രശ്നങ്ങൾ എവിടെയെല്ലാം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അവയവത്തിൽ എവിടെയെല്ലാം രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവയവത്തിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയും ഇവിടെയാണ്. ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മറ്റുള്ളവരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത്, മറിച്ച് ഞാൻ വളരെ പെർഫെക്റ്റ് ആണ്, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ്. അവര് MA BEd കാരിയായിരുന്നു. പക്ഷെ MA BEd കാരിയാണെങ്കിലും അവർ ജോലിക്ക് പോയില്ല. എനിക്ക് എന്തുകൊണ്ട് ജോലിക്ക് പോയില്ല എന്നുള്ളൊരു ചോദ്യത്തിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രദേശത്ത് ജോലി കിട്ടിയില്ല. എന്നാൽ വീട്ടിൽ എന്തെങ്കിലും ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചാൽ അതിനും അവർ തയ്യാറായില്ല. എപ്പോഴും ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രോബ്ലംസ് വ്യത്യസ്തമായ ധാരാളം മേഖലകളിലാണ് കിടന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലേക്ക് നമുക്ക് അവരെ ഉൾപ്പെടുത്താൻ പോലും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഞാൻ അവരോട് കുറെ സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും വന്നിട്ടുള്ള ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉറക്കത്തിന് പ്രശ്നമുണ്ടായിരുന്നു, അവരുടെ ബവൽസ് കോൺസ്റ്റിപ്പേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകുമായിരുന്നു, മാറി മാറി വരുന്നു. ഇതെല്ലാം നമ്മളുടെ ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് എല്ലാം സൈക്കിളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾ ഏത് രീതിയിൽ കണ്ടു എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിനോട് യോജിക്കുക. സാധാരണഗതിയിൽ അവരൊരു ചികിത്സയ്ക്ക് പോകുമ്പോൾ 1 2 പ്രാവശ്യത്തിന് ശേഷം ആ ചികിത്സകരെ ഉപേക്ഷിച്ച് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു നേച്ചറാണ്. എന്താണെങ്കിലും അവർക്ക് ആദ്യമായിട്ടാണ് ഒരു GNMന്റെ അല്ലെങ്കിൽ നമ്മുടെ GSKയുടെ അറിവുകളിൽ കൂടി. അതുകൊണ്ട് തന്നെ അവരത് പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം നമ്മളുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ അല്ലെങ്കിൽ അവരുടെ ബോധതലത്തിൽ ഉള്ള സമീപനത്തിന്റെ വ്യത്യാസമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ കുറച്ച് കേട്ടു, കുറച്ച് മനസ്സിലാക്കി. എന്താണെങ്കിലും ശ്വാസമുട്ടലിന്റെ ഒരു കേസിനകത്ത് ഭയമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭയം ഉണ്ടായിരുന്നത് ചെറുപ്പം മുതലേ ഭയം, മാതാവിനോട് ഇന്നിൽ നിന്നും വേണ്ട വിധത്തിലുള്ള കാര്യം സ്നേഹം ലഭിച്ചില്ല എന്ന പരാതി. ഇതെല്ലാം കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ കുറെ മനസ്സിലാക്കി. എന്താണെങ്കിലും ഒരു 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് വന്നപ്പം അവർ ആദ്യമേ എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ അന്നത്തെ ദിവസം 2-3 ദിവസം അവർക്ക് വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടു പോയി. കാരണം അവരൊരു കുറ്റം ചെയ്തു എന്നുള്ളത്. അതായത് പലപ്പോഴും സുഖമാകുകയല്ല ചെയ്തത്, വീണ്ടും അവരിലേക്ക് പുതിയൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു സംഘർഷം സംസാരത്തിൽ കൂടി ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റം വരുത്തുന്നതിന് അവർ തയ്യാറാകുകയും ആ നാളുകളോളമുള്ള ശ്വാസമുട്ടലുകൾ, ഒരു സഫോക്കേഷൻ, കതപ്പ്, അത് പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്തു. പിന്നെയുള്ള ദിവസങ്ങളിൽ കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേഹത്ത് വേദന കുറഞ്ഞു. അവരുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് തൊട്ടാൽ അന്നേരം തന്നെ അവർക്ക് ഗ്യാസ് പോകും. നമ്മൾ ഒരു മെഡിക്കലിൽ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു, പ്രസിങ് ദ ഡിസ്റ്റൽ പാർട്ട് വിൽ കോസ് ഇറക്റ്റേഷൻ എന്നാണ് ആ സിംറ്റം. അപ്പം അവർക്ക് ഞാനൊരു മെഡിസിൻ നൽകിയിരുന്നു. പക്ഷെ 10ാം ദിവസം വന്നപ്പോൾ കുറെ വ്യത്യാസം വന്നു. കുറെ വ്യത്യാസത്തിന് വന്നിട്ട് പിന്നെ
ഈ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും നമ്മുടെ GSKയുടെ പ്രവർത്തനങ്ങൾ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ, GSK എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന്. അതിലുപരി ഒരു പ്രശ്നമായിട്ട് വന്നത്, നമ്മൾ ഈ പലപ്പോഴും സ്ത്രീകളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം അമിത ഭക്തിക്കാരാണ്. കാരണം ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഇവർ രക്ഷപ്പെടുന്നത് എൻ്റെ ദൈവവിശ്വാസമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ പലപ്പോഴും ഈ ഇവരുടെ ഭക്തി എന്ന് പറയുന്നതും അവർക്കൊരു പ്രശ്നമായിട്ട് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അവർ ഡിമാൻഡ് ചെയ്യുക ചെയ്യുന്നത് ഭക്തി. എനിക്ക് ഇന്ന കാര്യത്തിൽ നിന്നകത്തുനിന്ന് രോഗം മാറണം, അതല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളാണ് അവരുടെ ഭക്തി ഫലമായിട്ട് വരുന്നത്. അപ്പം പലപ്പോഴും ഒരു ശരിയല്ലാത്ത ഭക്തിയുടെ കൂടത്തിൽ പോവുക എന്നതും ഈ വ്യക്തികളിലുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫ്ലിക്റ്റുകൾ അതല്ലെങ്കിൽ സംഘർഷങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് പലപ്പോഴും പറയാനാവില്ല, എപ്പോഴാണ് തുടങ്ങിയതെന്ന് പറയാനാവില്ല. പക്ഷെ അതൊരിക്കൽ അങ്ങ് തുടങ്ങി വെച്ചതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുകയാണ്, ആ തുടർച്ചയായിട്ട് വരുന്നു. അപ്പൊ അതിനെല്ലാം അവർ പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് പുറത്തുള്ള പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതല്ലെങ്കിൽ ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഈ ഒരു കാഴ്ചപ്പാടിലാണ് സമൂഹം പൊതുവെ നിലനിൽക്കുന്നത്. അപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇപ്പൊ നമുക്ക് ചുമയുണ്ടാകും. ഇപ്പൊ ഓരോരുത്തർ പറയുന്നില്ലേ ചുമ വരുന്നത് നമ്മളിപ്പോ നമ്മുടെ GSKയുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ എന്ത് കോൺഫ്ലിക്റ്റ് ആണ്? ഇന്നലെ ഞാൻ തണുപ്പടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമ പിടിച്ചു, അല്ലെ മഴ നനഞ്ഞു അന്നാലേ പനി പിടിച്ചു. അവർ പറയുകയാണ് എനിക്ക് വേറെ മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ദീർഘനാളുകൾ മരുന്ന് കഴിച്ചിരുന്ന ചില ആൾക്കാർ പറയാറുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് വിമുക്തി നേടിയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നുണ്ടായ കാലാവസ്ഥ ബാധിച്ചു. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും എന്ന ചോദ്യത്തിന് നമ്മൾ എന്തായിരിക്കും ഉത്തരം പറയുക? അപ്പൊ എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ടുള്ള ചില ധാരണകളുണ്ട്. ആ ധാരണയ്ക്ക് നമ്മളും ഇരയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, മഴ നനഞ്ഞാൽ പനി പിടിക്കും, തണുപ്പടിച്ചാൽ പനി പിടിക്കും, അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ തണുപ്പാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ തണുപ്പാണെങ്കിൽ പ്രശ്നമുണ്ട്, ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ബോധപൂർവം വിശ്വസിച്ചെങ്കിൽ പോലും തണുപ്പാണെന്നുള്ള അറിവ്, തണുപ്പ് കൂടുതൽ ഉണ്ടായി എന്നുള്ള അറിവ് ബ്രെയിൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാണ്. അത് നമ്മളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം മുൻപ് ഉണ്ടായിട്ടുള്ള ആ സംഘർഷങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, അതായത് ട്രാക്ക്, നമ്മൾ വിളിക്കുന്ന കൃത്യമായ ട്രാക്കാണ് ഇവിടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ രീതിയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കേസുകളിൽ ലിവർ ഫൈബ്രോസിസ് വന്നപ്പോൾ എന്തുകൊണ്ട് അവർ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്, വളരെ സാത്വികമായിട്ട് ജീവിക്കുന്നവരാണ്, യാതൊരു പ്രശ്നവും ഇല്ലാത്തവരാണ്, എന്തൊന്നും ഇല്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഈ സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്കിനെ പട്ടിണി എന്നത് മാത്രമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അതിലുപരി പ്രായമായി കഴിയുന്ന സമയത്ത്, ഒരു 40 വയസ്സിന് കഴിഞ്ഞതിന് ശേഷം അവരുടെ മാത്രം പ്രശ്നങ്ങളായിട്ടും നമ്മൾ കാണാൻ പാടില്ല. പലപ്പോഴും ഡോക്ടർ ഹാമറിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് 50 വയസ്സ് ഒക്കെ പ്രായമാകുമ്പോൾ മാതാപിതാക്കളില്ല, പിതാവിനോ മാതാവിനോ അതല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർക്ക് അവരുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, മറ്റുള്ളവരുടെ കോൺഫ്ലിക്റ്റ് സ്വയം ഏറ്റെടുക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ പലപ്പോഴും പല ഡോക്ടർമാരുടെയും ക്ലാസ്സുകൾ, ടെസ്റ്റിമോണികളിൽ കൂടി കേൾക്കുന്നുണ്ട്, വേറൊരാളുടെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഞാനത് ഒരു കേസ് ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലേഡിക്ക് ഫൈൽസ് ഉണ്ടായത്, മകൾക്ക് +2 അഡ്മിഷനോടനുബന്ധിച്ച്, +1 അഡ്മിഷനോടനുബന്ധിച്ച് കൃത്യമായ ഒരു സ്ഥലത്ത്, അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയപ്പോൾ ആ അഡ്മിഷന്റെ കാലഘട്ടത്തിൽ
ഐഡന്റിറ്റി കൺഫ്ലിക്റ്റ്. എനിക്ക് എവിടെയാ കിട്ടുന്നത്? കുട്ടിയുടെ അഡ്മിഷന്റെ പേരിൽ മാതാവിന് പൈൽസിന്റെ രോഗമുണ്ടായി. അപ്പം അവിടെ ഷെയർഡാണ്. അപ്പം നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവരുടെ ആശ്രിതരായിട്ടുള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ. അപ്പം നമുക്ക് എപ്പോഴും ഈ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സംഘർഷങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പം സ്വന്തമായിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ കുടുംബത്തിലുള്ളവരുടെ, അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്കാണെങ്കിൽ കുടുംബത്തിലുള്ളതല്ലാതെ തന്നെ, എനിക്ക് പലപ്പോഴും ഒന്ന് രണ്ട് കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയിൽ പെട്ട ആൾക്കാർക്ക് അവരുടെ പാർട്ടിയിലുണ്ടായ ചില പ്രശ്നങ്ങൾ അത് വ്യക്തിപരമായിട്ട് പലർക്കും ബാധിച്ചിരുന്നു. അതിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരാൾക്കൊരു ഒരു ഒരു മൈനേഴ്സ് ഡിസീസ്, ഒരു തലകറക്കം പോലെ ഉണ്ടായി. അതൊരു ഒരു 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 പ്രശ്നം. നമുക്ക് പലപ്പോഴും പറയുന്നത് ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നു പോയി. അത് അവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാഷ്ട്രീയ കക്ഷിയിൽ സംസ്ഥാന തലത്തിലുണ്ടായ ഒരു എന്താ പറയുന്നത് വിഘടനവാദം, അതല്ലെങ്കിൽ സെപ്പറേഷൻ, രണ്ട് ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകൾ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ആരുടെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഗുണം, ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. അപ്പം ഒരു സെപ്പറേഷൻ പലപ്പോഴും കണ്ടിരുന്നു. അപ്പോൾ ആരോടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? കുറച്ച് നമ്മളുടെ കൂടെ ഇന്നലെ വരെ നമ്മുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇന്നലെ ഒപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗത്തിന്റെ ആൾക്കാരെ വ്യത്യാസപ്പെടുത്തി അവർ വേർപെട്ടു പോകുന്നു. ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളുടെ കേരളത്തില് ഇതിന്റെ പൊളിറ്റിക്കൽ സിനാറിയോസിൽ ചില വ്യക്തികളുടെയെങ്കിലും ദേഹത്തുണ്ടായ ലൂക്കോഡെർമ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റിൽ, ഞാനത് 2-3 പേരിൽ വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് വെച്ചിരുന്നതാണ്. അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലുണ്ടായതല്ലായിരുന്നു, മറിച്ച് അവരുടെ സോഷ്യൽ ലൈഫിലുണ്ടായത് ഒരു വിഷയങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സംഘർഷങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമായിരിക്കണമെന്ന് നിർബന്ധമില്ല. കുടുംബപരമായ പ്രശ്നങ്ങളാകാം, ഓഫീസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരിലുള്ള വിഷയങ്ങൾ. പല ആൾക്കാരും വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങൾ പലരുമായിട്ടും ഇടപെടുന്നവരാണ്. അവരിലുള്ള പ്രശ്നങ്ങളുമായിട്ടും ഇത് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺഫ്ലിക്റ്റുകളെ അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ മാത്രം ഒതുക്കി നിർത്താതെ, അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവരിലേക്ക് മാത്രം ഒതുക്കി നിർത്താതെ കുറച്ച് വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടും. അതാണ് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ആ ചോദ്യത്തിന്, ഡോക്ടർ വർഗീസിനോട് ചോദിച്ചിരുന്ന ആ ചോദ്യത്തിനകത്ത് നിന്ന് അവർക്ക്, അപ്പോൾ ഒരു ഡോക്ടർ മറുപടി പറയുകയും ചെയ്തു, അവരെ രഹസ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഭിച്ചേക്കാം. പക്ഷെ പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷം, 30-40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ അത്രയും കൊല്ലങ്ങൾക്ക് ശേഷം പലപ്പോഴും നമുക്ക് ലഭ്യമാകുന്നില്ല. പക്ഷെ ആ കേസുകളിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏക കാര്യം, നിങ്ങൾ ഇങ്ങനെയാ വന്നിരുന്നു, ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി, ഇതായിരുന്നു ഇതിന്റെ ഫലങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ വന്ന വ്യത്യാസമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. ആ സ്വതന്ത്ര വ്യക്തിയിൽ എന്ന നിലയിൽ മുന്നോട്ട് പോവുക എന്നതല്ലാതെ ആൾക്കാർക്ക് യാതൊരു ഓപ്ഷനുമില്ല. ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് വന്ന വേറൊരു ഒരു ലേഡി ആയിരുന്നു. ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടില്ല, അതും ഭയമാണ്. അപ്പൊ അവര് അതിനുശേഷം ഇപ്പോൾ അത് വല്ലാതെ ഭയം അങ്ങ് കൂടി അവരൊരു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു പാനിക് നേച്ചർ, നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ പാനിക് ഫിയറിലേക്ക് എത്തി. അപ്പൊ അതിന് കാരണമായിട്ട് ഞാൻ ചോദിച്ചു, ഭയം അവർക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കാര്യം, അവര് വിദേശത്ത് പോകണമെന്ന് വിദേശത്ത് പോകുന്നതിനുമായിട്ട് ആഗ്രഹിച്ച് ഇരുന്നപ്പോൾ അവർക്ക് വിദേശത്ത് പോകുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ്. അധികം താമസിയാതെ അവർക്ക് ചിലപ്പോൾ വിസ ലഭിച്ചേക്കാം. അപ്പൊ അവർ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനു പോകുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം, അവർക്ക് സാമ്പത്തികപരമായ ചെറിയ പ്രശ്നങ്ങളുണ്ട്,
അതിനാൽ ഞാൻ പോയി ശരിയാക്കാം. പക്ഷെ ഇവർക്ക് വീട്ടിൽ നിന്നും വിട്ടുമാറുന്നതിനോ ഒരു കാര്യത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനോ യാതൊരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് ഇവർക്കറിയാം. പക്ഷെ ഞാൻ എന്താ എൻ്റെ ജീവിതം ത്യജിച്ചുകൊണ്ട്, എന്തു വന്നാലും സാരമില്ല, പൈസയൊക്കെ കൊടുത്ത് ത്യജിച്ചുകൊണ്ട് കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവർക്ക് അവരുടെ ഉള്ളിൽ കൃത്യമായിട്ട് അറിയാമായിരുന്നു, വേറൊരു രാജ്യത്ത് ചെന്ന്, മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്ന് പോലും അറിയത്തില്ല ആർക്ക്. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവർക്ക് പോകാൻ ഇഷ്ടമില്ല. അതേസമയം അവർ പോകുന്നതിനായിട്ട് തീരുമാനമെടുത്തു, പൈസ കൊടുത്തു, കിട്ടാറായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയും കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവര് എൻ്റെ അടുത്ത് വന്നത് ഒരു സുഹൃത്തിനോടൊപ്പമാണ്, മറ്റൊരു ലേഡിയോടൊപ്പമാണ് വന്നത്. അവർക്ക് മാത്രം ഇവരെ പറ്റി വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നിങ്ങൾക്ക് പോകാൻ താല്പര്യവും ഇല്ല. നിങ്ങൾ പോകാതിരിക്കുന്നതിനായിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പാനിക് നേച്ചർ, ഉറക്കമില്ലാത്തത്, വളരെ കുഴപ്പം പിടിച്ച, ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യം. അവർ അത് തുടക്കത്തിൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നം എന്ന് അവർ മനസ്സിലാക്കുകയും ഇന്ന് അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, യാത്ര ചെയ്യണ്ട, അതല്ലെങ്കിൽ പുറത്തേക്ക് പോകണ്ട, ഇനി ഇവിടെ ബാക്കിയുള്ള ശിഷ്ടകാലം ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ. അപ്പൊ ഈ ഒരു ജീവിതത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിന് അവരുടെ ഭർത്താവും അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരെല്ലാം തയ്യാറാണ്. പക്ഷെ ഇവര് സ്വന്തമായിട്ട് എടുത്തിരിക്കുകയാണ്, ഞാൻ ഇവരെ എല്ലാം രക്ഷിക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു തീരുമാനത്തോടു കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരു പകുതിയിലധികം പരിഹരിച്ചു. കുറച്ച് സമയം ഇന്ന് സംസാരിച്ചിരുന്നു. അത് അധികം താമസിയാതെ തന്നെ അവരുടെ രോഗമെല്ലാം പൂർണ്ണമായിട്ട് മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നമ്മൾ എന്താണ് അവരുടെ പ്രോബ്ലം എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും മരുന്നുകൾ എന്ന് പറയുന്നത്, ഈ മരുന്നിന്റെ എഫക്റ്റ് കിട്ടാതിരിക്കുന്നതിന്റെ കാരണം പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലും അവരുടെ വീട്ടിലുമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിലാണ്. പല ആൾക്കാർക്കും സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങളാണ് അവരെ ബാധിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് അറിയത്തുമില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വന്ന വേറൊരു രോഗി ഏകദേശം 3 വർഷം കഴിഞ്ഞു, 3.5 വർഷമായി. എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഒരു ബ്ലീഡിങ് റെക്റ്റമായിട്ട് വന്നിരുന്നു. ബ്ലീഡിങ് റെക്റ്റമായിട്ട് വന്നിട്ട് കൊളോണോസ്കോപ്പി നടത്തി കഴിഞ്ഞപ്പോൾ അത് കാർസിനോമ റെക്റ്റം എന്ന് ഡയഗ്നോസ് ചെയ്തിരുന്നു. കാർസിനോമ റെക്റ്റമായിട്ട് ഡയഗ്നോസ് ചെയ്ത കേസിൽ അവര് 56 വയസ്സുള്ള ഒരു മെയിൽ പേഷ്യൻ്റ് ആണ്. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അപ്പൊ അവരോട് നമ്മുടെ GSKയുടെ കാഴ്ചപ്പാട് പറയുകയും, അന്ന് അവർക്ക് സമൂഹത്തിൽ പുള്ളി ഒരു പ്രത്യേക പൊസിഷനിൽ ഇരിക്കുന്നതാണ്, ആ ഒരു ഗ്രൂപ്പിലുണ്ടായ ഒരു പ്രശ്നമാണ് എന്ന് പുള്ളി ഞങ്ങൾ കണ്ടെത്തി. അതായത് ഒഴിവാക്കേണ്ട പ്രശ്നം. റെക്ടൽ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ കാരണം നമുക്കറിയാമല്ലോ, ദ അൺഡൈജസ്റ്റബിൾ ഷിറ്റ്, മോർസൽ കോൺഫ്ലിക്റ്റിന്റെ ഒരു ഭാഗം തന്നെയാണ് അത്. എക്ടോഡേമിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇതായിരിക്കാം കാരണം, ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചു. പക്ഷെ മെഡിസിൻ കൊടുത്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് അമിതമായിട്ടില്ല, എന്നാൽ കുറച്ച് കുറവുണ്ട്. പക്ഷെ പുള്ളി വേറെ മറ്റു കീമോതെറാപ്പിക്കോ റേഡിയേഷനോ മറ്റൊരു ചികിത്സയ്ക്കോ പോയില്ല. ഹോമിയോപ്പതി മെഡിസിനിൽ തന്നെ ഇരുന്നു. ഹോമിയോപ്പതി മെഡിസിനിൽ തന്നെ ഇരിക്കുന്ന സമയത്ത്
ഇവർ ഞങ്ങൾ കണ്ടെത്തിയത് കോൺഫ്ലിക്റ്റ് അല്ലായിരുന്നു ഇവരുടെ പ്രശ്നം. പുള്ളിയുടെ പ്രശ്നം പുള്ളിയുടെ വീട്ടിലായിരുന്നു, മാതാപിതാക്കളായിരുന്നു. അപ്പം അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. അപ്പം അതിനിടയിൽ വീണ്ടും കൊളോണോസ്കോപ്പി 3 തവണ കൊളോണോസ്കോപ്പി ചെയ്തു. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് കൊളോണോസ്കോപ്പി ചെയ്തപ്പോൾ അവരുടെ ഈ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. ഗ്രോത്ത് ഏകദേശം നന്നായിട്ട് തന്നെ വലിപ്പം ഒരു 6 സെന്റിമീറ്ററിൽ വലിപ്പം കൂടുതലുണ്ടായിരുന്നു. ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ടില്ല, അത് പകുതിയിലധികം കുറഞ്ഞു. അപ്പം ബ്ലീഡിങ് ഇപ്പോഴും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ബ്ലീഡ് ചെയ്യും. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ബ്ലീഡ് ചെയ്യും. അതേസമയം ഈ വ്യക്തിയുമായിട്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ഒരു ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്നതാണ്. അപ്പം ഗൾഫിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് വീട്ടിൽ വളരെ നല്ലൊരു സാഹചര്യം ഉണ്ടായിരുന്ന സാമ്പത്തികപരമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തികളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദർ പൊളിറ്റിക്സിലായിരുന്നു. പൊളിറ്റിക്സിൽ ഉള്ള പൈസ നഷ്ടപ്പെടുത്തിയ പൊളിറ്റീഷ്യനായിരുന്നു. സ്വത്തുകൾ നഷ്ടപ്പെടുത്തി, പറമ്പുകളെല്ലാം രാഷ്ട്രീയം കളിച്ച് നഷ്ടപ്പെടുത്തി. അങ്ങനെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഈ വ്യക്തിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പിതാവിനോട് തോന്നിയ ആ അമർഷം, അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറിയില്ല. അതിനുശേഷം പുള്ളി ഗൾഫിലൊക്കെ പോയിട്ട് വിവാഹം കഴിച്ചു. ഇപ്പൊ 19 വയസ്സായി. എന്നിട്ടും ഇപ്പോഴും പിതാവും ജീവിച്ചിരിപ്പുണ്ട്, മകനുമുണ്ട്. പിതാവ് ഇന്നിപ്പോ ഏകദേശം 85 വയസ്സിന് മുകളിലുണ്ട്. ഇപ്പോൾ തീരെ വയ്യാതെ ഇരിക്കുകയാണ്. പക്ഷെ പിതാവിനെ ഇവർ നോക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ ഇപ്പോഴും കാണുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ക്ഷമിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ചു. പക്ഷെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നും ആ രജിസ്ട്രേഷൻ പോയിട്ടില്ല. അപ്പൊ 3 വർഷം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷവും ഹോമിയോപ്പതി മെഡിസിൻസിൽ 3 വർഷവും മെഡിസിൻ കഴിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കുറച്ചു കാലം കഴിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഈ ആശയം, അത് നമ്മുടെ ഈ GSK അറിവുകൾ അദ്ദേഹത്തിന് പകർന്നു നൽകിയപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇനി പിതാവിന്റെ അവസാനത്തോടു കൂടി മാത്രമേ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന് അത് മാറുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വർഷങ്ങൾ കൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണത്. അപ്പം വീടാണ് പ്രശ്നം, വീട്ടിലുള്ളവരാണ് പ്രശ്നം. വീട്ടിനകത്ത് നിന്ന് ഇവർക്ക് മാറാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇടയ്ക്ക് ജോലിയുടെ ഭാഗമായിക്കൊണ്ട് ഇദ്ദേഹം 10-15 ദിവസം ചില കാലങ്ങളിലൊക്കെ മാറി നിൽക്കും. ആ സമയത്ത് ബ്ലീഡിങ് ഇല്ല, യാതൊരു പ്രശ്നവുമില്ല. അല്ലാത്ത വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകും. ഇപ്പോഴും ജോലി ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ പ്രോബ്ലം മാറിയിട്ടില്ല. അപ്പൊ നമുക്ക് പല ആൾക്കാരുടെയും ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം വീട്ടിലുള്ള പ്രശ്നങ്ങളാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അപ്പൊ നമുക്ക് ഈ ഒരു ആശയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഐസൊലേഷൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് നമ്മൾ പറയുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പുണ്ടായി അത് ഇപ്പോഴും തുടരുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ നിന്നുണ്ടായ കോൺഫ്ലിക്റ്റ്, അതിനുശേഷം വിവാഹ ജീവിതം തുടങ്ങി അവിടെയുണ്ടായ പ്രശ്നങ്ങൾ, കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ, ഈ ഇതെല്ലാം ആണെങ്കിലും ഇവർ മുന്നോട്ട് പോകുന്നു. അപ്പം ഈ കാര്യങ്ങളോടുള്ള അവബോധമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതില്ലാതെ ഉള്ള മെഡിസിൻ കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ചികിത്സകൾ ഫലിക്കാതെ വരുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ റെക്ടൽ ക്യാൻസറിന്റെ കേസ് പറയുകയാണെങ്കിൽ, റെക്ടൽ ക്യാൻസർ വന്ന വ്യക്തിക്ക് ഈ 3 വർഷമായിട്ടും ഒരു ശകലം പോലും കൂടിയില്ല, പൂർണ്ണമായിട്ടും കുറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി. പക്ഷെ ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഫാമിലിയിലുള്ള ഒരു വിഷയത്തിനോടുള്ള റെസ്പോൺസ് ആണ് ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായത് കൊണ്ട് മാത്രം അവിടെ നിലനിൽക്കുന്നു. അതല്ലായിരുന്നു എങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അദ്ദേഹം ചികിത്സയുടെ ഫലമായിക്കൊണ്ട്, ഹാമർ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ക്യാൻസറുകൾ കൊണ്ടല്ല കൂടുതലും മരണങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് അതിന്റെ ചികിത്സ കൊണ്ടും അല്ലെങ്കിൽ ക്യാൻസറിനെ പറ്റിയുള്ള ഭീതിയും മൂലമാണ് കൂടുതൽ ആൾക്കാരും മരണപ്പെടുന്നത് എന്ന് ഡോക്ടർ ഹാമറിന്റെ വാക്കുകളാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. അപ്പോൾ ഒരു
സംഘർഷങ്ങൾ അഥവാ കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതിനെ ഒന്നും അവരത് സ്ഥിരമായിട്ട് പോയി അവർക്കത് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് അവരതിനകത്ത് ജീവിച്ചിരിക്കുകയാണ്. അതിനാൽ ഓരോ പ്രാവശ്യവും അവരുടെ പ്രശ്നങ്ങൾ എന്നും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും ഒന്ന് കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു പരിധി വരെ സാധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം, പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളില്ല. കാരണം കോൺഫ്ലിക്റ്റുകളെല്ലാം സോൾവ് ചെയ്യേണ്ടതല്ല, ഡൗൺഗ്രേഡ് ചെയ്യേണ്ട. പല സംഘർഷങ്ങളും സോൾവ് ചെയ്തു കഴിഞ്ഞാൽ സോൾവിങ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയി മാറാറുണ്ട്. അത് എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസും വളരെ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ ഹീലിംഗ് സിംറ്റംസും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമാണ് എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഈ കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം. ഒരു അടുത്ത 10 മിനിറ്റോളം നമുക്കൊന്ന് സംസാരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഡോക്ടർ അനിത. ശരി സാറേ. സാറേ, നമുക്ക് സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. പലപ്പോഴും നമ്മള് ഹിസ്റ്ററികൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴേ അവരോട് ചോദിച്ചു വരുമ്പോഴാണ് നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ഫാമിലിയിലെ അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ളത്, ഫാമിലിയിലെ വരുമ്പോൾ നമുക്ക് ഷൂട്ടായിട്ട് അവരുടെ മറ്റ് ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻസ് എങ്ങനെ, അതൊക്കെ നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് നമുക്ക് അവരുടെ കറക്റ്റുള്ള ഒരു ഹിസ്റ്ററിയിലേക്ക് എത്താൻ പറ്റുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് പറഞ്ഞിരുന്നു, എനിക്കൊരു കേസ് ഉണ്ടായിരുന്ന ആ കുട്ടിക്ക് ബ്ലീഡിങ് ആയിരുന്നു. അതുപോലെ അപ്പൊ ഞാൻ സാറിനോടത് ചോദിച്ചിരുന്നു, സാറേ ഏതാണ് നമുക്കത് എടുക്കേണ്ട കോൺഫ്ലിക്റ്റ് എന്നായിരുന്നു. അപ്പൊ അവരോട് ഞാൻ അവരുടെ ഹിസ്റ്ററികളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കുട്ടിക്ക് ജോലിയുണ്ട്, ബാങ്ക് ജോലിയാണ്. അമ്മ മരിച്ചു കഴിഞ്ഞാണ് ജോലി കയറിയത്. പക്ഷെങ്കില് കുട്ടി ആദ്യം ബാംഗ്ലൂരായിരുന്നു, അത് കഴിഞ്ഞ് ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ട്രാൻസ്ഫർ ആയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത്, ഡോക്ടറെ അമ്മയുള്ളപ്പോഴായിരുന്നെങ്കിൽ എനിക്ക് അമ്മയോടെല്ലാം പറയാൻ പറ്റുമായിരുന്നു. പിന്നെ അച്ഛനോടാണെങ്കിൽ അച്ഛൻ പറയുമ്പോ പിന്നെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ നീ എന്ന് ചോദിച്ച അച്ഛന് പെട്ടെന്ന് അതിന് ട്യൂൺ മാറ്റും. അതുപോലെ ചേച്ചിയാണെങ്കിൽ ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്, ഇവർ 2 പെൺകുട്ടികളാണ്. ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പൊ ചേച്ചി എപ്പോഴും കുട്ടിയുടെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അപ്പൊ എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ ആരും തന്നെ ഇല്ല എന്നൊരു തോന്നൽ ആ കുട്ടി പറഞ്ഞിരുന്നത്. അപ്പോഴാണ് സാർ എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് അതിന്റെ മെയിൻ കോൺഫ്ലിക്റ്റ് എന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോ അതെന്ന് പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ ഓരോ കേസസിൽ ഇതുപോലെ ചോദിച്ചു വരുമ്പോഴേ ഓരോ കാര്യങ്ങൾ, അവരുടെ ഫാമിലിയിലെ കാര്യങ്ങള്, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങള്, അത് നമ്മൾ ഡീപ്പായിട്ട് ചോദിച്ചു വരുമ്പോഴേ നമുക്ക് അവരുടെ ആ കോൺഫ്ലിക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റയടിക്ക് ഒരു പേഷ്യന്റ് വന്നു ഇന്നതാണെന്ന് പറഞ്ഞു നമുക്കത് പെട്ടെന്ന് കിട്ടില്ല. അവരുടെ ഹിസ്റ്ററി നമ്മൾ സമാധാനമായിട്ട് ചോദിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഡോക്ടർ പറഞ്ഞത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു സാർ. നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ്സിനകത്തോട് തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റും അതിനനുസരിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങളും, എന്നിട്ട് സാറ് സിംറ്റംസ് ഡൗൺഗ്രേഡ് ചെയ്യണം എന്നുള്ള കോൺഫ്ലിക്റ്റ് ഡൗൺഗ്രേഡ് ചെയ്യണം എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പൊ ഇതില് സാറ് ചിലർക്കെല്ലാം ഞാനിപ്പോ പേഴ്സണലായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം, എൻ്റെ റൈറ്റ് ഹാൻഡില് റൈറ്റ് തമ്പില് മാത്രമായിട്ടൊരു ലീഷൻ പോലെ വരികയും അതങ്ങ് പഴുത്തു. അപ്പം പിന്നെ നെയിലല്ല, അല്ലാതെ പഴുത്തിട്ട് അത് പിന്നെ ആബ്സസ് ആവുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പൊ ഞാനത് നോക്കിയിട്ടും അത് എന്താണ് വന്ന് അത് എന്തുകൊണ്ടായിരിക്കാം, അത് ഇന്ന ഫിംഗറിൽ തന്നെ വന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാ സാർ അതിനൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? റൈറ്റ് ഹാൻഡ് അല്ലേ?
റൈറ്റ് ഹാൻഡിലെ തമ്പില് നെയിലിന്റെ താഴെ, നെയിലിനെ ബാധിച്ചിട്ടില്ല. ഒരു പെയിൻ പോലെ വന്നു, അത് പിന്നെ അങ്ങ് ഇൻഫ്ലെയിംഡ് ആയി, ആപ്സസ് ആയി, പിന്നെ അത് റപ്ചർ ആയി പോയി, എന്നിട്ട് അതിപ്പോ ഹീലാവുകയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത് റൈറ്റിലെ വന്നത്, ആ തമ്പില്? അപ്പൊ അത് നമ്മളിപ്പം അതിവിടെ സെപ്പറേഷൻ ആണോ അതോ ഇത് ഡെർമിസിൻ എന്ന് എങ്ങനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഈ പസ് ആണോ അതോ എപ്പിഡെർമിസിലാണോ? അതെങ്ങനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ നമുക്ക് അങ്ങ് ചുഴിഞ്ഞു പോവുക. ഇപ്പൊ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് റൈറ്റ് സൈഡ് അർത്ഥമാക്കുന്നത്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാർട്ട്ണർ സൈഡ്, അതല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വൈൻറ്റൻസ്. അപ്പം ഫാമിലി എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. ഒന്നെങ്കിൽ അതൊരു ഫാമിലി അല്ല, പാർട്ട്ണർ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗം. അപ്പം ഈ ജോലിയുടെ ഭാഗമാണ് എങ്കിൽ അത് ഇപ്പൊ നമുക്കിപ്പം ചോദ്യകർത്ത ഇപ്പൊ ഡോക്ടർ ശ്രീകുമാർ എത്ര വയസ്സുണ്ട് ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം വേറൊരാളുടെ പ്രശ്നമാണോ നമ്മൾ കൈകാര്യം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമ്പലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പുത്രന്റെ പ്രശ്നമായിട്ട് പറയാറുണ്ട്. പുത്രന്മാർ, മൂത്ത മകന്റെ ഡോക്ടർ വിജയകർ സാറിന്റെ ഒരാശയമാണ്. അപ്പം ഈ വേറൊരാളുടെ പ്രശ്നം നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. ഇപ്പം ഈ പലപ്പോഴും ഡെക്സ്റ്റിലിറ്റി കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. വലത് കൈയുടെ വിരലുകൾക്ക് പ്രശ്നമുണ്ടായി. കാരണം അവരുടെ ജോലി ഒരു ഹെഡ്മിസ്ട്രസ് അല്ല, അവിടുത്തെ ഒരു അസിസ്റ്റന്റ് ആണ്, ഹൈസ്കൂൾ അസിസ്റ്റന്റ്. പക്ഷെ കടുത്ത ജോലി സമ്മർദ്ദത്തിന്റെ ഫലമായിക്കൊണ്ടാണ് അവരുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ഇവിടെ കൈവിരലിനൊരു പ്രോബ്ലം ഉണ്ടാകുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് പാർട്ട്ണർ, ജോലി ഭാഗം, മക്കളിലും അവരുടെ എന്തെങ്കിലും പ്രോബ്ലങ്ങളോ ആയിട്ടാണോ? അപ്പൊ അവിടെ ഒരു പഴുപ്പ് അൾസറേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആങ്കർ എലമെന്റും കൂടെ വന്നിട്ടുണ്ട്. സംതിങ്, എന്തിനോടോ നമുക്കൊരു ആങ്കർ ഉണ്ട്. ഏതാണെന്ന് എന്ന് നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജോലി സാഹചര്യങ്ങൾ അതിനെ ഒന്ന് കണക്കാക്കിയാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരാളെ നമ്മൾ നോക്കുന്ന സമയത്ത് ആൾ എന്ത് ചെയ്യുന്നു, ജോലിയുടെ ഭാഗമായിട്ടാണോ അതല്ലെങ്കിൽ ഇപ്പൊ പാർട്ട്ണറുടെ അവർക്കുണ്ടായ ഒരു പ്രശ്നമാണോ? ഇപ്പൊ എനിക്ക് പലപ്പോഴും ഈ ലിവർ പ്രോബ്ലംസ് പാർട്ട്ണറുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഒരു സിറോസിസ് ഉണ്ടായ ഒരു കഥ വേറൊരു ഡോക്ടറുടെ ഒരു കേസായിരുന്നു. അത് പക്ഷെ നമ്മൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മളുടേതല്ലാത്ത പ്രശ്നങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയുണ്ടോ എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടേഴ്സ്. അതെ, ഇതുണ്ട്. ഇപ്പം മകന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ട്, പാർട്ട്ണറുടെ ചിന്തിച്ചാലും അതും ഉണ്ട്. രണ്ടും ഒരു ദേഷ്യം എന്നുള്ള വിഷയം വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം. അപ്പം ഇതില് വന്നിരിക്കുന്നത് സ്കിന്നില് ആയതുകൊണ്ട് അത് എപ്പിഡെർമിസ് ആണ്. ഇപ്പൊ പസ് വരണമെങ്കിൽ അത് ഡെർമിസ് ആയിരിക്കുമോ ഇൻഫ്ലുവൻസ്ഡ്? അപ്പം നിർബന്ധമില്ലല്ലോ. ഡെർമിസിലേക്കും കൂടെ വരാം എന്ന് മാത്രമേ ഉള്ളൂ. എപ്പിഡെർമിസും ആകാം, ഡെർമിസിലേക്ക് എത്താം. പലപ്പോഴും അതിന് കുറച്ച് ഡീപ്പർ പ്രോബ്ലംസും ഉണ്ടാകാം. അതിനെ നമ്മൾ എപ്പിഡെർമിസിൽ മാത്രമായിട്ട് ചുരുക്കാനോ ഡെർമിസിലേക്ക് മാത്രമായിട്ട് അതിലേക്ക് പോകണ്ട. പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഇതിൽ തന്നെ ഉണ്ട്, ആ ഒരു കോൺഫ്ലിക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം എന്തായാലും പറഞ്ഞ സ്കിൻ ആയതുകൊണ്ട് അപ്പം അത് സെപ്പറേഷൻ ആണോ അതോ അറ്റാക്ക് ആണോ എന്നുള്ളതാണ്. ആ ഒരു ഡീപ്പർ ആകുമ്പോൾ ഒരു അറ്റാക്ക് നമുക്ക് നമ്മുടെ അതെ. അല്ല, സെപ്പറേഷൻ ആണെങ്കിൽ സാറേ സ്വാഭാവികമായിട്ട് ഒരു ഇച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലേ വരത്തുള്ളൂ. മറ്റേതാകുമ്പോൾ പിന്നെ
പ്രൊളിഫറേഷനും പിന്നെ അതല്ലയോ വരുന്ന ഡെർമിസിലേക്ക് ഇല്ല, പോകുമ്പോൾ? ഡെർമിസിനല്ലല്ലോ പ്രോലിഫറേഷൻസ് ഇല്ലല്ലോ. അറ്റാക്ക് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവിടെയും സെൽ ലോസ് തന്നെയാണ് വരുന്നത്. സെല്ലോസ് തന്നെയാണ്. ഓക്കെ. ഡെർമിസിനെ സെറിബെല്ലോ അല്ലേ കൺട്രോൾ ചെയ്യുന്നത് പെട്ടെന്ന്. അതെ. ഡോക്ടർ വർഗീസ്, ഈ കേസിൽ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ വർഗീസ് ഡോക്ടറെ? ഞാൻ പെട്ടെന്ന് അതായത് സാധാരണ റൈറ്റ് സൈഡ് പാർട്ട്ണർ സൈഡ് തന്നെയാണ്. ഡോക്ടർ റൈറ്റ് ഹാൻഡഡ് മെയിൽ ആണെങ്കിൽ, ശ്രീകുമാർ ഡോക്ടർ റൈറ്റ് ഹാൻഡഡ് മെയിൽ ആണെങ്കിൽ അപ്പോൾ റൈറ്റ് സൈഡ് റെപ്രസെന്റ്സ് യുവർ പാർട്ട്ണർ. ഇനി പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ മക്കൾ പാർട്ട്ണറായി കൂടാന്നില്ല, അതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ തന്നോളമായാൽ എന്താ താൻ, അങ്ങനെയാണ്ടൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ വളർന്നു വന്ന കുട്ടികളെ നമ്മൾ കുട്ടികളുടെ സൈഡിലല്ല വെക്കുക, അവരെ പാർട്ട്ണറായിട്ടാണ് കൂട്ടുന്നത്. നമ്മൾ ഫ്രണ്ടായിട്ടും ഇടാപോട ബന്ധമായി കഴിയുമ്പോഴത്തേക്കും അവിടെയും ഈ പറയുന്ന ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള റിയാക്ഷൻ വരാം. അപ്പം എന്തുകൊണ്ട് സ്കിൻ എന്ന് പറയുന്നത് ഒരു അറ്റാക്ക് കോൺഫ്ലിക്റ്റും ആകാം, കാരണം അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഹാർഡ്നെസ് വന്നതും. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഡീപ്പറായിട്ടുള്ളത് അല്ലെങ്കിൽ ഡെർമിസിലുള്ളത് ഒരു എപ്പിഡെർമിസിലും അഫക്ഷൻസ് സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ വരാറുണ്ട്. അല്ലെങ്കിൽ എപ്പിഡെർമിസിൽ വരുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ഡാർക്ക് ആവുകയും ഹാർഡ് ആവുകയും സിക്കട്രൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ വരുമ്പോഴത്തേക്കും അത് ഡെർമിസിലുള്ള ആക്ഷനും ഡിസ്ഫിഗർമെൻറ്റ് കോൺഫ്ലിക്റ്റ് എല്ലാം കൂടെ കൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും വരാറുണ്ട്. അതുകൊണ്ട് റൈറ്റ് സൈഡ് ഡോക്ടർ ശശിധരൻ പറഞ്ഞ പോലെ ഡെക്സ്റ്ററിറ്റിയാണ്, ഇറ്റ് ഈസ് അബൌട്ട് ആക്ടിവിറ്റി, അങ്ങനെ ചിന്തിക്കാം. പിന്നെ റൈറ്റ് സൈഡ് പാർട്ട്ണറായിട്ടും കൂട്ടാം, പാർട്ട്ണറാണ് ബേസിക്കലി. മക്കളാണെങ്കിലും അവിടെ വരാം. ഈ തള്ളയപരളിൽ മാത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈ ഡോക്ടർ ശശിധരൻ പറഞ്ഞ പോലെ ഞങ്ങളോട് പ്രഫുൽ വിജയ് സാർ പറഞ്ഞതാണ്. അതായത് അങ്ങനെ തന്നെ 1 2 3 4 5 അങ്ങനെ തള്ളവിരൽ, ആദ്യത്തെ മകൻ, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി, അങ്ങനെയൊക്കെ പോലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ടൈം ലൈനാണ് ഇമ്പോർട്ടൻറ്റ്. വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്, അപ്പോൾ ജസ്റ്റ് ബിഫോർ ദാറ്റ് എന്തായിരുന്നു കോൺഫ്ലിക്റ്റ് ഉണ്ടായത്, പിന്നെ ടിഷ്യൂവിനെ അനുസരിച്ചിട്ട് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യുവാണോ, അത് ഹീലിംഗ് ആണോ, അത് ഹാങ് ഹീലിംഗ് ആണോ, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു സിക്കാട്രിക്സ് ഒരു കട്ടി ആയിട്ട് നിൽക്കുക, then leave it because body is healing. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ സർ, താങ്ക് യു സർ. ഇന്ന് ഡോക്ടർ ശശി ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്കൊരു കേസ് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു കേസ് പറയണമെന്ന് തോന്നി. ആ കേസ് എനിക്ക് കിട്ടിയത് ജോർജിയ, അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ടൈമിങ്ങിനുള്ള ഡിഫറൻസ് കൊണ്ട് 8:30 മോർണിംഗിലാണ് എൻ്റെ സമയം. സാധാരണ ഞാൻ കൺസൾട്ടേഷൻ തുടങ്ങുന്നത് 10 മണിക്കാണ്. പക്ഷെ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് എടുത്തു. സെക്കൻഡ് റിവ്യൂ ആയിരുന്നു. അവരുടെ കുട്ടി, ലേഡിയുടെ പ്രായം 40 വയസ്സ്, കുട്ടിയുടെ പ്രായം 4 വയസ്സ്. അപ്പോൾ അവർ ലേറ്റ് മാരേജാണ്. മാരേജിന് മുൻപേ തന്നെ അവർ ലേഡി കൺസീവ് ചെയ്തിരുന്നു. അത് തന്നെ വെഡ്ഡിങ്ങിന് മുമ്പേ തന്നെ കൺസീവ് ചെയ്തിരുന്നു. അപ്പം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് വെഡ്ഡിങ് നടന്നത്. അമേരിക്കയിൽ അങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ കുട്ടി ജനിച്ച അന്ന് മുതലേ കോൺസ്റ്റിപ്പേറ്റഡ് ആണ്. കോൺസ്റ്റിപ്പേറ്റഡ് മീൻസ് വൺസ് ഇൻ 4-5 ഡേയ്സിലാണ് സ്റ്റൂൾ ഉണ്ടാകുന്നത്. അതാണ് ആ കുട്ടിയുടെ പ്രശ്നം. അപ്പോൾ ഞാൻ ശരിക്കും ജനിച്ച ഉടനെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുട്ടിക്ക് ഉള്ള കോൺഫ്ലിക്റ്റിനേക്കാളും കൂടുതൽ കുട്ടിയുടെ അമ്മയ്ക്കുള്ള കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ എന്താണ് അമ്മയുടെ ഡ്യൂറിങ് പ്രഗ്നൻസി കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അവർ പറയുവാണ്, അതായത് അവർക്ക് 4 സിസ്റ്റേഴ്സ്, ഈ ലേഡിയും കൂടെ കൂട്ടി 4 സിസ്റ്റേഴ്സാണുള്ളത്. ഈ 3 സിസ്റ്റേഴ്സിനോടും ഇവർക്ക് മനസ്സിൽ ജലസിയും പകയും അൺഫോർഗീവിങ്നെസ് എല്ലാം ഉണ്ട്. അതായത് ഷിറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി അതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് ഹെർ വെഡ്ഡിങ് ദേ ഡിഡ് നോട്ട് കോപ്പറേറ്റ്, അവരാരും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലാറ്റർ പാർട്ട് ഓഫ് ദി പ്രഗ്നൻസി
അവർക്ക് ഡെലിവറിയുടെ സമയത്തൊന്നും ഈ സിസ്റ്റേഴ്സ് കോപ്പറേറ്റ് ചെയ്തില്ല. ഇവർക്ക് മനസ്സിൽ വല്ലാത്ത ജലസിയായിട്ടും അൺഫോർഗിവിങ് ആയിട്ടും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ ക്വാറൽസംനെസ് അവരുടെ ഉള്ളിലുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ കുട്ടിയിൽ കാണിച്ചിരുന്നതെന്ന് മനസ്സിലായി. ഒരു കൊച്ചുകുട്ടി 4 വയസ്സുള്ള കുട്ടിക്ക് സാധാരണഗതിയിൽ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ലാക്ടോസിസ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. പക്ഷേ ഈ മോനെ ഞാൻ ലാക്ടോസിസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഫോളോ അപ്പിന് വേണ്ടി ഇന്ന് രാവിലെ ടൈം ഫിക്സ് ചെയ്തത്. അപ്പോൾ അവർ പറയുവാണ് ആദ്യത്തെ 2 ആഴ്ചത്തേക്ക് നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു, അപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്കളുടെ മനസ്സിലുള്ള ഷിറ്റ് കോൺഫ്ലിക്റ്റ് റിലീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറയുവാണ് ശരിയാണ് ഡോക്ടറെ, അതും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇത് നമ്മളെ ഒരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇതാണ്. അതായത് ഞാനിപ്പോൾ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല ഡോക്ടറെ. ഐ ഡോണ്ട് കെയർ. അവരിലൊന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നില്ല. പക്ഷേ അത് വെറും വെർബലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അവരുടെ ഇന്നർ സൈക്കിയിൽ അവർ എന്നോട് ചെയ്തത് അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് മോൻ്റെ കോൺസ്റ്റിപ്പേഷൻ എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു അപ്പോഴെല്ലാം നിങ്ങൾ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്തുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഹി വിൽ ബി ഇംപ്രൂവ്ഡ്. കാരണം ആദ്യത്തെ 2 മാസം വൺസ് ഇൻ 2 days 3 days സ്റ്റൂൾ കിട്ടിയതാണ്. ബെറ്റർ ആയിരുന്നു. സ്റ്റൂൾ വാസ് നോട്ട് ദാറ്റ് ഹാർഡ് ആൻഡ് ഡിഫിക്കൾട്ട്, നോർമലായിട്ട് വന്നതാണ്. സോ അങ്ങനെയാണ് ഞാൻ അവരോട് തെറാപ്പി പറഞ്ഞു വിട്ടത്. അതായത് ഇപ്പം സിസ്റ്റേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും ഈ മകൻ്റെ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ വരുമ്പോഴത്തേക്കും കുട്ടി റൂമിൽ കൂടെ കിടന്ന് ഓടുകയൊക്കെ ചെയ്യും, ഭയങ്കര അസ്വസ്ഥത കാണിക്കും, പൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെയുള്ള സമയത്ത് ഞാൻ പറഞ്ഞു ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ തെറാപ്പി ചെയ്തത്. ലാക്ടോസിസ് ഹൈപ്പോട്ടൻസി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ജസ്റ്റ് ശശി ഡോക്ടർ പറഞ്ഞപ്പോൾ അതായത് കോൺഫ്ലിക്റ്റ് ക്യാൻ ബി ഷെയർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ദി ബോയ് ഈസ് എക്സ്പ്രസിങ് ഓർ ദി സൺ ഓഫ് 4 years ഈസ് എക്സ്പ്രസിങ് ദി കോൺഫ്ലിക്റ്റ് ഓഫ് ദി മദർ. അതാണ് നമുക്ക് GNM തരുന്ന വലിയൊരു അറിവ്. അത് ഞാനിവിടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുവാണ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സം ടോട്ടൽ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ഐസൊലേറ്റഡ് അല്ല. അത് നമ്മളുടെ ഒപ്പം, നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ഒപ്പം ഉള്ളതാണ്. അതിനാൽ തന്നെ നമ്മൾ അതിനെ കുറച്ചുകൂടെ കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അല്ലാതെ നമുക്ക് വാക്കുകൾ കൊണ്ട് മാത്രം അവിടെ ആ സൈഡാണ് അതല്ലെങ്കിൽ ആ ഓർഗനിലാണ് എന്നല്ല പറയേണ്ടത്. എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് ഫാമിലിയിലാണ്. ആ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരതിനൊരു പലപ്പോഴും റിസോൾവ്മെന്റ് അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് അവരിപ്പം ഡോക്ടർ വർഗീസ് പറഞ്ഞതുപോലെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിനാൽ തന്നെ ഓരോ സാഹചര്യത്തിലും അവരത് ഓർമ്മപ്പെടുത്തും. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഒരു സോറിയാസിസ് കേസിന് 17 വർഷമായിട്ട് മദറിന്റെ കേസിലായിരുന്നു ആ സോറിയാസിസ്. അപ്പം ഓരോ ദിവസവും ഈ മകൻ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കറികളുള്ള സമയത്ത് അമ്മയെ ഓർക്കാം. അപ്പൊ ആ ഓർമ്മ എന്ന് പറയുന്നത് പലപ്പോഴും അത് അവരുടെ ആ സെപ്പറേഷനെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സോറിയാസിസ് വർഷങ്ങളോളം പോകാതിരുന്നത്. അതിനകത്തുനിന്ന് നമുക്കൊരു വിമുക്തി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അതിനകത്തുനിന്ന് ആ വ്യക്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. എനിവേ ഇന്ന് കുറച്ചുകൂടെ സജീവമായിട്ട് അനിത ഡോക്ടറുടെയും വർഗീസ് ഡോക്ടറുടെയും പിന്നെ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറുടെയും ഇടപെടൽ കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സജീവമായിട്ട് നിർത്താൻ കഴിഞ്ഞു. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് 2 മിനിറ്റോടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ഒരു 2-3 ആഴ്ചത്തേന് വ്യക്തിപരമായി എനിക്ക് ചില ഫാമിലി പരമായ ചില അത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് ക്ലാസ്സുകൾ എനിക്ക് കുറച്ചൊരു
ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു മാര്യേജ് സെറിമണിയോടനുബന്ധിച്ചിട്ടാണ്. അതിനാൽ അടുത്ത 2-3 ക്ലാസ്സുകൾ ഒന്ന് ഒഴിവാക്കി തരണമെന്നും കൂടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും സംസാരിക്കണ്ടേ? നമുക്കിപ്പോൾ സംസാരിക്കാം. അനിത ഡോക്ടറെ, ആർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ശരി സാറേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ സാർ. താങ്ക് യു വർഗീസ് സാർ. താങ്ക് യു ശ്രീകുമാർ സാർ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. Thanks. Thank you very much.